നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 165ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടൻ റഹ്മാനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയും എൻ്റെ സഹോദരിയും ഒരുമിച്ച് അബുദാബിയിലെ സെൻട്രൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ടുണ്ട്. എത്രയോ കാലങ്ങളായിട്ടുള്ള അവരുടെ സൗഹൃദം. അതിനിടയിലാണ് എൻ്റെ ചേച്ചിയുടെ മകൾ ദാവങ്കരി മെഡിക്കൽ കോളേജിൽ BDS പഠിക്കുന്ന ഒരു കാലം. അങ്ങനെ വീണ് ഞരമ്പിന് ചെറിയൊരു പ്രശ്നം വന്ന് ഡോക്ടറെ കാണിക്കുന്ന കാര്യങ്ങൾക്കൊക്കെയായി ബാംഗ്ലൂർ ഞാൻ മോളുമായി എത്തുമ്പോഴാണ് റഹ്മാനുമായി ഫോണിൽ സംസാരിക്കുന്നത്. അന്ന് നേരിൽ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ മോളെയും കൊണ്ട് റഹ്മാൻ്റെ അമ്മ പറഞ്ഞ പ്രകാരം അവിടെ 1-2 ദിവസം താമസിച്ച് ഡോക്ടറെ കണ്ട് സ്കാനൊക്കെ ചെയ്ത് മടങ്ങാനായിരുന്നു പ്ലാൻ. പക്ഷെ അന്ന് അത് കഴിഞ്ഞില്ല. വർഷങ്ങൾക്ക് ശേഷം കബീർ റാവുത്തറിൻ്റെ ഒരു സിനിമയുടെ ചിത്രീകരണം തിരുവനന്തപുരത്ത് വെള്ളായണി കാർഷിക കോളേജിൽ നടക്കുന്നു. ആ അവസരത്തിലാണ് ഞാനും റഹ്മാനുമായി നേരിട്ട് സംസാരിക്കുന്നത്. 1-2 ടേക്ക് കഴിഞ്ഞ് അവിടുത്തെ ഒരു ഫങ്ഷൻ്റെ സെറ്റിങ്സൊക്കെ ചെയ്ത് അങ്ങനെ കസേരയിലിരിക്കുമ്പോഴാണ് ഞാൻ ചെന്ന് റഹ്മാനെ കാണുന്നതും സംസാരിക്കുന്നതും ചേച്ചിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നതൊക്കെയായി ഒരു 15 മിനിറ്റ് സമയം ഞാനും റഹ്മാനുമായിട്ട് സംസാരിച്ചു. ഒടുവിൽ റഹ്മാനോടൊപ്പം തിരുവനന്തപുരത്തെ പുളിമൂട്ടിലുള്ള അമ്മ ടൂറിസ്റ്റ് ഹോമിൽ വരികയും അവിടെ വച്ച് സംസാരിച്ച് ഞങ്ങൾ പിരിയുകയാണ് ഉണ്ടായത്. ഒരു മികച്ച നടൻ പത്മരാജൻ കണ്ടെത്തിയ കൂടവിടെ എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്ത് വന്ന അദ്ദേഹം തമിഴ്, തെലുങ്ക്, മലയാളം എന്നിവയിലൂടെ ഒരു 250ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച ഒരു മികച്ച നടൻ. അദ്ദേഹത്തെക്കുറിച്ചിട്ടാണ് ഈ എപ്പിസോഡിൽ നിങ്ങളോട് പറയുന്നത്. കാണുമല്ലോ.